ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം വിനീതമായി അറിയിക്കട്ടെ. ബൈബിൾ റീഡിങ്ങിലെ 4 സുവിശേഷങ്ങളും അപ്പസ്തോല പ്രവൃത്തികളിലും റോമാലേഖനവും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ അപ്പസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിക്കുന്നത്. കൊരിന്ത്യർക്കുള്ള 2 ലേഖനങ്ങളാണ് വായനയ്ക്കായിട്ടുള്ളത്. ഇതുകൂടാതെ കൊരിന്ത്യ സഭയ്ക്ക് വേറെ 2 ലേഖനങ്ങൾ കൂടി പൗലോസ്ലീഹ എഴുതിയിരുന്നു എന്നൊരു സൂചന ഈ ലേഖനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:9, 2 കൊരിന്ത്യർ 2:4 എന്നീ വാക്യങ്ങൾ അത് വെളിവാക്കുന്നു. പക്ഷേ ആ ലേഖനങ്ങൾ ആർക്കും ഇപ്പോൾ അത് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ബൈബിളിൽ ചേർക്കാൻ അത് സാധിച്ചിട്ടുമില്ല. ഗ്രീസിലെ ഒരു പ്രമുഖമായ പട്ടണമായിരുന്നു കോറിന്തോസ് എന്ന് പറയുന്നത്. ആ പട്ടണത്തിലെ ക്രിസ്ത്യാനികളിൽ യഹൂദന്മാരുണ്ടായിരുന്നു. അതുകൂടാതെ താഴ്ന്ന വർഗക്കാരിൽ നിന്നും ക്രിസ്ത്യാനികളായ നല്ലൊരു വിഭാഗം ആളുകളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത, അവർ പരിഷ്കാരത്തിൽ മുന്നണിയിലായിരുന്നു എങ്കിലും അസന്മാർഗീയത അവരിൽ കൂടുതൽ നിഴലിച്ചിരുന്നു. കാരണം താഴ്ന്ന ജാതിയിൽ നിന്നൊക്കെ ക്രിസ്ത്യാനികളായി വന്നവരെ ക്രിസ്ത്യാനികളായെങ്കിലും അവർ ധാർമ്മിക നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നവരല്ല. അത് ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അസന്മാർഗീയ ജീവിതം ക്രിസ്ത്യാനികളായിട്ട് നയിക്കുന്ന രീതി ഇവരിലുണ്ടായിരുന്നു. അതുകൂടാതെ ഇവരുടെ ഇടയിൽ വലിയ തർക്കങ്ങളും വിഭാഗീയ ചിന്തകളും ഉണ്ടായിരുന്നു. ഏകദേശം 4 വിഭാഗീയ ചിന്തകൾ അല്ലെന്ന് പറഞ്ഞാൽ 4 ഗ്രൂപ്പ് പോലെ ആളുകൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നതായി നമുക്ക് ഇനി കാണാൻ സാധിക്കുന്നുണ്ട്. പൗലോസിൻ്റെ പക്ഷക്കാരനെന്ന്, കേഫാവിൻ്റെ പക്ഷക്കാരെന്നൊക്കെ പറഞ്ഞ വിഭാഗീയ ചിന്ത. അന്ന് ആ കൊരിന്ത്യ സഭയിൽ കണ്ടതായ അതേ അനുഭവം പിന്നീട് ക്രൈസ്തവ സഭയിൽ ഇത്രയും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആ വിഭാഗീയ ചിന്തകൾ ക്രൈസ്തവ സമൂഹത്തിൽ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ 1-ാം അധ്യായം മുതൽ നമുക്ക് വായിക്കാം. 1 മുതൽ 9 വരെ അഭിവാദനവും കൃതജ്ഞതയുമാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ദൈവത്താൽ വിളിക്കപ്പെട്ടവനായ സ്ലീഹ എന്നാണ് തന്നെക്കുറിച്ച് താൻ പറയുന്നത്. അല്ലാതെ താൻ സ്വയം പേരെടുത്തു വന്നവനല്ല. ആളുകളെക്കുറിച്ച് യേശുമിശിഹായിൽ വിശുദ്ധരായവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, അഥവാ ക്രിസ്തു അവരിൽ ജീവിച്ച് അവരെ നയിക്കുന്നു എന്ന സൂചന. അവർ ക്രിസ്തുവിന് സമർപ്പിതരായവരാണ്. അതുകൊണ്ട് അവരുടെ പേരിനനുസരിച്ച് അവരുടെ സ്വഭാവം കാണിക്കേണ്ടവരാണ്. ഈ ലേഖനത്തിൽ സഭയുടെ വിശുദ്ധിയെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. സഭയുടെ ആദ്യകാലം മുതൽ തന്നെ സഭയുടെ പ്രധാന സ്ഥാനികൾ മാത്രം ഉപയോഗിച്ചു വന്ന അനുഗ്രഹ വാക്കുകളാണ്, ആശീർവാദമാണത്. കൊരിന്ത്യ സഭയ്ക്ക് പൊതുവെ ഉണ്ടായിരുന്ന ചില വൈശിഷ്ട്യങ്ങൾ: 1, അവർ ദൈവകൃപ ലഭിച്ചവരാണ്. 2, ദിവ്യവചനത്തിലും ജ്ഞാനത്തിലും ദൈവത്താൽ സമ്പന്നരാക്കപ്പെട്ടവരാണ്. 3, മശിഹായെക്കുറിച്ചുള്ള സാക്ഷ്യം അവരിൽ പൂർത്തിയാക്കിയവരാണ്. ഈ
മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ അവരെക്കുറിച്ച് ഇവിടെ അഭിമാനിക്കുന്നുണ്ട്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ വിഭാഗീയ ചിന്തകൾ മാറി ഐക്യത്തിനുള്ള ആഹ്വാനവും അപേക്ഷയുമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും കീപ്പായുടെ പക്ഷക്കാരനെന്നും ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനെന്നും ഇങ്ങനെ 4 രീതിയിലുള്ള വിഭാഗീയ ചിന്തകളും തർക്കങ്ങളും ആ സഭയിൽ അവിടെ നടന്നിരുന്നു. അതിൽ പൗലോസ്ലീഹ വളരെ വേദനിക്കുന്നുണ്ട്. അതിൽ ആ തർക്കങ്ങൾ വിശ്വാസപരമായ ഒരു തർക്കമായിരുന്നില്ല. പ്രത്യുത കക്ഷി നേതാക്കന്മാരുടെ മർക്കടമുഷ്ടിയും അവരുടെ വ്യക്തി താൽപ്പര്യവുമാണ് ആ ഗ്രൂപ്പിനുണ്ടാക്കുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ പൗലോസ്ലീഹ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ആരും അവരവർക്ക് വേണ്ടി കക്ഷി വഴക്കുണ്ടാക്കരുതെന്ന് പൗലോസ്ലീഹ തെളിവ് സഹിതം അവരോട് അപേക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ വിഭാഗീയത ഉണ്ടായവരോട് അദ്ദേഹം ഒന്നാമത് പറയുന്നത്, നമ്മുടെ രക്ഷകനായ യേശുവിനെ പലതായി വിഭജിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തു ഒരാളാണ്. അപ്പോൾ വിഭാഗീയതയിലെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിഭാഗീയത ഉണ്ടാക്കരുത്. ക്രിസ്തു ഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? 2, ലോകരക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പൗലോസ് എന്ന ഞാനല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ അവൻ്റേത് മാത്രമാണ്. 3, പൗലോസിൻ്റെ നാമത്തിലല്ല നിങ്ങളാരും സ്നാനമേറ്റത്, ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. 4, അദ്ദേഹം പറയുന്നു, അധികം പേർക്ക് സ്ഥാനം നൽകാത്തതിൽ ഞാൻ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ആ പേര് പറഞ്ഞ് പൗലോസിൻ്റെ അല്ലെങ്കിൽ ആ പേര് പറഞ്ഞു വീണ്ടും അവിടെ ചിലപ്പോൾ പക്ഷക്കാർ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ പറയുന്നത്, മശിഹ എന്നെ അയച്ചത് ജാതികളുടെ ഇടയിൽ അവൻ്റെ നാമം വഹിക്കാൻ മാത്രമാണ്. അതുമാത്രമാണ് ഞാനിവിടെ ഇത് നിർവഹിക്കുന്നത്. അതിൻ്റെ 18-ാം വാക്യം, ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വയം യാഗമായി തീർന്ന കർത്താവിൻ്റെ മരണം ചില ഹൃദയങ്ങളിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. എന്തെന്നാൽ അവരുടെ ബുദ്ധി അവരെ അതിന് സമ്മതിക്കുന്നില്ല. അവർക്കതൊരു ഭോഷത്വമായി തോന്നുന്നു എന്നുള്ളതാണ്. സുവിശേഷം നമുക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ്. അതിനെ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ രൂപാന്തരം പ്രാപിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനി എവിടെ? 20-ാം വാക്യം, ഗ്രീക്കുകാർക്ക് പ്രകൃതിയിൽ നിന്നും തത്വജ്ഞാനത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ സ്വഭാവം ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. യഹൂദന്മാരാകട്ടെ അവരുടെ ചരിത്രത്തിൽ നിന്നോ ന്യായപ്രമാണത്തിൽ നിന്നോ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവരും ശ്രമിച്ചില്ല. അതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയുക അസാധ്യമാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. അതും ചോദിക്കുന്നു, ആ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ? ഒരിക്കലും സാധിച്ചില്ല. 21-ാം വാക്യം പറയുന്നു, സുവിശേഷത്തിൻ്റെ ഭോഷത്വം വഴി എന്ന് പറഞ്ഞാൽ സുവിശേഷം ഭോഷത്വമാണല്ല, അഥവാ ഭോഷത്വമെന്ന് പണ്ഡിതർ മുദ്ര കുത്തുന്ന സുവിശേഷം വഴിയായിട്ടാണ് വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു വിശ്വസിക്കാൻ അവർ ശ്രമിക്കുന്നു. മറ്റുള്ളതായ ഗ്രീക്കുകാർ തത്വജ്ഞാനപരമായി യേശു ക്രിസ്തുവിനെ ബുദ്ധിപരമായി അറിയാനുള്ള ശ്രമം അവരും നടത്തുന്നു. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞ 23-ാം വാക്യത്തിൽ,
ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ എന്നതാണ് ഞങ്ങളുടെ പ്രസംഗം. അത് യഹൂദന്മാർക്ക് കോപത്തിനും വിജാതിയർക്ക് ഭോഷത്വമായി തോന്നിയേക്കാം. ഇനി 25-ാം വാക്യം, ക്രൂശിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ മരണം എന്നത് ഭോഷത്വമായി ചില ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതാണ് മനുഷ്യനെ പാപത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിച്ചത്. മനുഷ്യൻ്റെ ബുദ്ധിപൂർവമെന്ന് പറയുന്ന ഒരു മാർഗങ്ങൾ കൊണ്ടും അത് സാധിച്ചിട്ടില്ല. കാരണം ദൈവം അദ്ദേഹം പിന്നീട് പറയുന്നു, ലോകവീക്ഷണത്തിൽ സുശക്തവും ഉന്നതവുമായതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം എന്താണ് ചെയ്തത്? വെറും സാധാരണക്കാരെ അല്ലയോ ദൈവം ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് ജ്ഞാനികളായവരെ ദൈവം ഉപയോഗിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജ്ഞാനം കൊണ്ട് എൻ്റെ പ്രാപ്തി കൊണ്ട് ഞാൻ കാര്യം സാധിച്ചുവെന്ന് ആരും അഹങ്കരിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ നോക്കുക, വിക്കനായ മോശയാണ് ദൈവം പഴയ നിയമത്തിൽ തിരഞ്ഞെടുത്തത്. സംസാരശേഷി പോലുമില്ലാത്ത വിക്കനായ മോശയെ കൊണ്ടാണ് വൻ കാര്യങ്ങളെ ദൈവം അവിടെ പ്രവർത്തിപ്പിച്ചത്. പുതിയ നിയമത്തിൽ കർത്താവ് എടുത്ത സ്ത്രീഹന്മാരെ നോക്കുക, മുക്കുവന്മാരും ചുങ്കക്കാരും സാധാരണക്കാരിൽ നിന്ന് തള്ളപ്പെട്ടവൻ ജ്ഞാനമില്ലാത്തവർ എന്ന സമൂഹം മുദ്ര കുത്തിയവരാണ്. അവരിലൂടെയാണ് ദൈവം വൻ കാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ളത്. ആരും തങ്ങളുടെ ആ കഴിവുകൊണ്ട് എന്ന് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. നമുക്ക് 30-31 വാക്യങ്ങൾ നമുക്ക് പറയുന്നു, നമുക്ക് പ്രശംസിക്കാനുള്ളത് യേശുമിശിഹായിൽ മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ ആ വലിയ കൃപയാണ് നമ്മെ ക്രിസ്തുവിൽ ഇങ്ങനെയാക്കിയത്. രണ്ടാമത്, ആ യേശുക്രിസ്തുവാണ് നമുക്ക് ജ്ഞാനവും നീതിയും വിസ്തീർണവും രക്ഷയുമൊക്കെ ആയിരിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മിൽ അവൻ വസിച്ചുകൊണ്ട് നമുക്ക് നീതീകരണം നൽകി, അല്ലെങ്കിൽ പാപമില്ലാത്തവരാക്കി നമ്മെ മാറ്റി. അങ്ങനെ മരണത്തിന്മേലുള്ള വിജയം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ കൊരിന്ത്യർ സഭയിലെ 1-ാം ലേഖനത്തിൽ അവരെ അല്ലെങ്കിൽ സാംസ്കാരികമായി ഉന്നത നിലവാരമൊക്കെ അവരെ പുലർത്തിയവരാണെങ്കിലും, കാരണം ഗ്രീക്കുകാരുടെ സ്വാധീന മുഖാന്തരം ധാർമ്മികമായി വളരെ അധപ്പതിച്ച ഒരവസ്ഥയിലുണ്ടായിരുന്ന ഒരു സമൂഹം. വിഭാഗീയ ചിന്തകളും തർക്കങ്ങളും കലഹങ്ങളും അവിടെ സാധാരണമായിരുന്നു. ആ ഒരു അവസ്ഥ ഇന്നും ക്രൈസ്തവ സഭകളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. കാരണം ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ വിഭാഗീയ ചിന്ത ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കാരണം ക്രിസ്തുവിനെ ആർക്കും ഭാഗിക്കാൻ സാധിക്കത്തില്ല, ക്രിസ്തു ഏകനാണ്. എന്നാൽ ഇന്ന് ലോകത്ത് ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ എത്രയോ സഭാ സമൂഹങ്ങളെ തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളുമായി നടക്കുന്നത് നമുക്ക് ഇന്നും കാണാൻ പറ്റുന്നു. അപ്പോൾ കൊരിന്ത്യർ സഭയിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ് ഇന്നും ക്രൈസ്തവ സഭ സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഖേദകരമായ അവസ്ഥയാണ്. കാരണം ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാതെ വ്യക്തികൾക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. എല്ലാറ്റിലും ഉപരിയായി യേശു ക്രിസ്തു എന്ന വ്യക്തിക്കാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും വിഭാഗ ചിന്തയിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, ആ വിഭാഗീയ ചിന്തകളൊക്കെ മാറി യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ മാത്രം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുവാൻ ഈ വേദഭാഗം നമ്മെ സഹായിക്കണം. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ധാർമ്മികമായ ഉപദേശങ്ങളും ശക്തമായ നിർദ്ദേശങ്ങളൊക്കെ പൗലോസ്ലീഹ നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന ഉൾപ്പെടെ ആരാധനാ സംബന്ധമായ അതിൻ്റെ ക്രമങ്ങളും അല്ലെങ്കിൽ പരിശുദ്ധാത്മ ദാനത്തിൻ്റെ സ്വഭാവവും
പരസ്പര സ്നേഹത്തിൻ്റെ മേന്മയും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മഹാത്മ്യവുമെല്ലാം ഈ കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്കിനി മുന്നോട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് ഓരോ അധ്യായങ്ങളായിട്ട് വായിച്ച് ധ്യാനിക്കാം. ഇന്ന് ഈ 1-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ കാരണമായിട്ട് തീരട്ടെ.